കുഞ്ചത്തൂർ LP സ്കൂളിന് സമീപം സ്ഥാപിച്ച ട്രാൻസ്ഫോർമർ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നു. നിരവധി കുട്ടികൾ നടന്നു പോകുന്ന വഴിയിലാണ് ട്രാൻസ്ഫോർമർ ഉള്ളത്. കൊല്ലം തേവലക്കരയിലെ സ്കൂളിലുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കുഞ്ചത്തൂർ LP സ്കൂളിന് സമീപം സ്ഥാപിച്ച ട്രാൻസ്ഫോർമർ മാറ്റണമെന്നും അപകട ഭീഷണി ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ രംഗത്ത്. Beautiful and excellent quality furnitures are giving pride to every home. Tamam Furniture World, most popular furniture brand in Kerala and Karnataka. Tamam Furniture World, Uppala, Bandiyod, Udyavar, now at Mangalore. കേരള കർണാടക അതിർത്തി പ്രദേശമായ കുഞ്ചത്തൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ പ്രവേശന കവാടത്തിന് സമീപമായി സ്ഥാപിച്ചിരിക്കുന്ന ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോർമറാണ് വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയായി മാറുന്നത്. ദിവസേന 100ഓളം കുട്ടികൾ കടന്നുപോകുന്ന വഴിയിൽ ട്രാൻസ്ഫോർമർ ഉള്ളത് അപകട ഭീഷണി ഉയർത്തുന്നതായി രക്ഷിതാക്കളും നാട്ടുകാരും പറയുന്നു. മഴക്കാലത്ത് ഷോർട്ട് സർക്യൂട്ട് പോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണെന്ന് ഇവർ പറയുന്നു. കൊല്ലം തേവലക്കരയിലെ സ്കൂളിലുണ്ടായ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുഞ്ചത്തൂർ സ്കൂളിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമർ രക്ഷിതാക്കളിലും അധ്യാപക രീതിയിലുള്ള ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത്. ബന്ധപ്പെട്ട വകുപ്പുകളിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ട്രാൻസ്ഫോർമർ സുരക്ഷിതമായ അകലത്തേക്ക് മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും സ്കൂൾ PTA കമ്മിറ്റിയും ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഭാരവാഹികളും അറിയിച്ചു. നമ്മൾ സ്കൂളിൻ്റെ അടുത്തായിട്ട് KCBൻ്റെ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനെതിരായിട്ട് ഞങ്ങൾ KCB ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ അവിടുത്തെ AEൻ്റെ അവർ പറയുന്നത് ഇതായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഞങ്ങൾ സുരക്ഷ ഉറപ്പ് വരുത്താനായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് പേപ്പറിലൊന്ന് എഴുതി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് ഒരു ബുദ്ധിമുട്ടും സംഭവിക്കില്ല എന്ന് ഉറപ്പ് തരാൻ നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ അവരതിന് സമ്മതിക്കുന്നില്ല. ഇതെന്തായാലും സമ്മതിക്കാത്തത് കാരണം നമ്മൾ കുട്ടികൾ സ്കൂളിൽ അയക്കാനും വല്ലാണ്ട് ഭയപ്പെടേണ്ട സന്ദർഭമാണ്. ഞാനൊരു ജനപ്രതിനിധിയാണ്. പലപ്പോഴും ഈ ഒരു KCBൻ്റെ ഒരു അനാസ്ഥ പല സ്ഥലത്തും, അതേപോലെ തന്നെ കുറച്ച് മുമ്പും അതേപോലെ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി എതിർത്തപ്പോൾ പോലീസിനെ കൊണ്ടുവന്നിട്ടാണ് അവർ സ്ഥാപിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള നിരുത്തരവാദിത്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ KCBയിൽ നിന്ന് നമുക്ക് നേരിടാവുന്ന ഒരു പ്രശ്നം. ഇപ്പോൾ കുട്ടികൾ, ഈ മദ്രസൻ്റെ കുട്ടികളാണെങ്കിലും സ്കൂളിൻ്റെ കുട്ടികളൊക്കെ ഇതിൻ്റെ വഴി കൂടിയാണ് പോകുന്നത്. പക്ഷേ എത്ര ഇവരടുത്ത് പറഞ്ഞാലും അത് ഒരു പോലീസിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വെച്ചിട്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നത്. ഇത് എന്നിരുന്നാലും ഈ ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കുക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ വലിയൊരു പ്രക്ഷോഭവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. സാമൂഹിക പ്രവർത്തനം എന്ന നിലക്ക് നമ്മൾ KSBയുമായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് നമ്മളോട് ഇത് എടുത്തു മാറ്റാൻ കഴിയില്ലെന്നും ഇത് മറ്റുള്ള നാട്ടുകാർക്ക് ഇതിൻ്റെ വോൾട്ടേജ് പ്രശ്നം വരുന്നതുകൊണ്ട് ഇവിടെ സ്ഥാപിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിന് തിരിച്ച് വേറൊരു സ്ഥലത്ത് നിങ്ങൾ മാറ്റി സ്ഥാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനാരും സമ്മതിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഒന്നും ചെയ്തിട്ട് കാര്യമുണ്ടാവില്ല, ഞങ്ങൾക്ക് മക്കളുടെ സുരക്ഷയാണ് ഉറപ്പ് വരുത്തേണ്ടത്, അത് ഞങ്ങളുടെ ബാധ്യതയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് പരിശ്രമിക്കാൻ മാത്രമാണ് അവർ പറഞ്ഞത്, അതല്ലാതെ അത് മാറ്റി സ്ഥാപിക്കാമെന്ന ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടില്ല. പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ കുട്ടികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടെന്നാണ് പൊതുവിലുയരുന്ന അഭിപ്രായം. ദുരന്തം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം വിഷയങ്ങളിൽ ഇടപെടുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നും നാട്ടുകാർ പറയുന്നു. വലിയ അപകട സാധ്യത ഉയർത്തുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി സ്കൂളിന് സമീപം സ്ഥാപിച്ച ട്രാൻസ്ഫോർമർ മാറ്റണമെന്നും അപകട ഭീഷണി ഒഴിവാക്കണമെന്നും വിവിധ ഇടങ്ങളിൽ നിന്നും ശക്തമായ ആവശ്യമാണ് ഉയരുന്നത്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.